എബ്രായ ലേഖനം 5-ാം അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത് 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. 1 to 10 എബ്രായ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. പ്രധാനമായിട്ട് 2 ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കർത്താവായ യേശു അഹരോനേക്കാൾ വലിയവൻ എന്ന് വെളിപ്പെടുത്തുന്ന ഭാഗത്തിൽ നിന്നുകൊണ്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പഴയ നിയമത്തിൽ അഹരോൻ്റെ 3 പ്രാധാന്യത: 1 മനുഷ്യനായിരുന്നു, 2 ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നു, 3 ഒരു താൻ അക്വേർഡ് ഒരു പദവി ഉണ്ടായിരുന്നു, അത് സഹതാപം. അതോടുകൂടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ കൂടെ ഈ 3 ക്വാളിറ്റി നമ്മൾ കാണുവാനായിട്ടിടയായിരുന്നു. കർത്താവായ യേശു മനുഷ്യനാടി ലോകത്തിൽ ജനിച്ചുവെന്നും അതോടൊപ്പം തന്നെ കർത്താവായ യേശു സഹതാപം കാണിക്കുവാൻ ഇടയായിത്തീർന്നുവെന്നും 3 ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നുവെന്നും. എന്നാൽ ഈ 3-ലും ഇല്ലാത്തതായിരിക്കുന്ന, ഇതിനേക്കാൾ അഡീഷണൽ ആയിരിക്കുന്ന വേറൊരു ക്വാളിറ്റി കർത്താവായ യേശു ക്രിസ്തുവിന് ഉള്ളതായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. വായിച്ചിട്ട് അതിൻ്റെ 10-ാമത്തെ വാക്യം, വേഴ്സ് 10, 10-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ മൽക്കിസദേക്കിന് ക്രമപ്രകാരമാകുന്നുവെന്ന് അവിടെ പറയുകയാണ്. നമ്മൾ ആ വിഷയം ഡീറ്റെയിൽ ആയിട്ട് 7-ാം അധ്യായം നമ്മൾ പഠിക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് രാത്രിയിലേക്ക് കടന്നു വരുമ്പോൾ ഇത്രമാത്രം ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളോട് പറയുമ്പോൾ അവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ പെട്ടെന്ന് നിന്ന് അവർക്കൊരു മുന്നറിയിപ്പ്, അവർക്കൊരു ആലോചന കൊടുക്കുന്ന ഭാഗത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ വരുന്നത്. അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സ് 11 to 14, 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനത്തിലെ 3-ാമത്തെ വാണിംഗ്, തേർഡ് വാണിംഗ് ആണ് നമ്മൾ വായിച്ചു കേട്ടത്. 3-ാമത്തെ തേർഡ് വാണിംഗ് ഇൻ ഹിബ്രൂസ്. അത് പ്രധാനമായിട്ട് 11-ാം വാക്യം മുതൽ 6th chapter വേഴ്സ് 20, 20-ാമത്തെ വാക്യം വരെ ആ മുന്നറിയിപ്പാണ് മുൻപോട്ട് പോകുന്നത്. ചാപ്റ്റർ 5 വേഴ്സ് 11 to 6th chapter വേഴ്സ് 20, 6-ാം അധ്യായം അവസാനം വരെ ഈ മുന്നറിയിപ്പിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷമാണ് മൽക്കിസദേക്കിൻ്റെ ക്രമത്തെ തുടങ്ങുവാനായിട്ടിടയായിത്തീർന്നത്. അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നമ്മളിവിടെ കാണുന്നത്? ഇവിടെ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇമ്മച്യൂരിറ്റി ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ വളർച്ചയില്ലായ്മ, പക്വതയില്ലായ്മ, അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയിലേക്ക് കടന്നു വരാത്തത്. ശ്രദ്ധിച്ച് നോട്ട് ചെയ്താൽ ഇമ്മച്യൂരിറ്റി ഓഫ് എ ബിലീവർ, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 11-ാം വാക്യം മുതൽ 6-ാം അധ്യായം ഹോൾ ചാപ്റ്റർ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയുടെ പക്വതയില്ലായ്മ, വളർച്ചയില്ലായ്മ, ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് അവൻ ഉയരാതിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തുടങ്ങിയ വാക്യം വളരെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പൗലോസിന് എന്തൊക്കെയോ ഒത്തിരി കാര്യം പറയുവാനുണ്ട്. ഏതാണ് മുൻപിൽ കിടന്ന വിഷയം? 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. കാരണം പൗലോസ് കൊണ്ട് അവസാനിപ്പിച്ചത് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിട്ട്, ഒരു പക്ഷേ മൽക്കിസദേക്കിനെ കുറിച്ചായിരിക്കാം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ മുൻപിൽ കണ്ടത്. അല്ല എങ്കിൽ കർത്താവായ യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ളത് കൂടുതലായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമായിരിക്കാം. എന്തൊക്കെയോ പൗലോസ് അപ്പോസ്തലന്റെ മനസ്സിലുണ്ട്, ഒന്ന് പഠിപ്പിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ താൻ പറഞ്ഞു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തെ നോക്കുമ്പോൾ തന്നിൽ തന്നെ താൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പറയുവാൻ സാധിക്കാതെ തന്നിൽ തന്നെ അടക്കുന്നതായിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന വേർഡ്. പൗലോസ് അപ്പോസ്തലൻ എന്തൊക്കെയോ കൂടുതൽ പറഞ്ഞു കൊടുക്കുവാനുണ്ട്, എന്തൊക്കെയോ മനസ്സിലാക്കി കൊടുക്കുവാനുണ്ട്. എന്നാൽ ഇവിടെ താൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കാതെ തന്നിൽ തന്നെ താൻ അടക്കുകയാണ്. എന്താണ് അടക്കുവാനുള്ള കാരണം? അതിൻ്റെ താഴെ അതിൻ്റെ ആദ്യത്തെ ഭാഗപ്രകാരം പറയുന്നു. അവിടെ പറയുന്നു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയെ നോക്കുമ്പോൾ അവർ കേൾക്കുവാൻ മാന്യമുള്ളവരായി പോയി എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നതിൽ
താമസമുള്ളവരാണ്. വേറെ രീതി പറഞ്ഞാൽ അവർ കേൾക്കുവാനായിട്ട് അവർക്ക് അത്ര വലിയ മനസ്സൊന്നുമില്ല. കേൾക്കുവാനായിട്ട് മനസ്സില്ലാത്തതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, താൻ വളരെ വിലപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞ് മുൻപോട്ട് കടന്നു പോകുമ്പോഴും അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കത്തക്കവണ്ണം എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും അത് പറയുവാൻ സാധിക്കാത്തൊരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിച്ചിട്ട് അത് പറയുവാൻ സാധിക്കാത്തൊരവസ്ഥ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു പോയിന്റ്. പൗലോസിന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കാതെ എവിടേക്കോ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥ എബ്രായ വിശ്വാസികളെ നോക്കിയപ്പോൾ പൗലോസിന് കാണുവാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധാത്മാവ് അവിടെ അടക്കി, തന്നെ പരിശുദ്ധാത്മാവ് സ്റ്റോപ്പ് ചെയ്യിച്ചു. കുഞ്ഞെ, നീ ഇത്രയും കൂടുതൽ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം അവരുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, അവർ കേൾപ്പാൻ മാന്യമുള്ളവരാണ്. കേൾക്കുവാനായിട്ട് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇതിനകത്തൂടെ ഒരു വിലപ്പെട്ട പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഏത് ദൈവദാസനാണെങ്കിലും ആ ദൈവദാസൻ ജനത്തിന് ദൈവം കൊടുത്ത ആലോചന പൂർണ്ണമായി വെളിപ്പെടുത്തണമെങ്കിൽ ഒരു റെസ്പോൺസീവ് ആയിരിക്കുന്ന ഒരു റെസ്പോൺസ് ജനത്തിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. ജനം റെസ്പോൺസ് ചെയ്യുന്നില്ല എങ്കിൽ പലതും അദ്ദേഹത്തിന് തന്നെ അടക്കേണ്ടതായിട്ട് വരും. ദൈവം കൊടുക്കാഞ്ഞിട്ടല്ല, പകരം പ്രശ്നമെന്ന് പറയുന്നത് ഇവക്ക് കേൾക്കുവാൻ മാന്യമുള്ളവരെ, കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നിങ്ങളിരിക്കുന്ന പോലെ. അപ്പോൾ എന്താ വിഷയം? എന്നെ കേൾക്കുവാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പറയേണ്ടവർക്ക് പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പൗലോസ്, നിങ്ങൾ മനസ്സിലാക്കണം, പൗലോസ് ഇടയ്ക്ക് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് പറയുകയാണ്, എന്തൊക്കെയോ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം. വളരെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയപ്പെട്ടതായിരിക്കുന്ന മർമ്മങ്ങളൊക്കെ എത്രമാത്രം വിലപ്പെട്ട മർമ്മങ്ങളാണ്. ആ വിലപ്പെട്ട മർമ്മങ്ങൾ വീണ്ടും താൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ കൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇപ്പോൾ വേണ്ട. ഇത് ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ മാത്രമല്ല, അരുമരക്ഷിതമായ യേശുവിന്റെ ജീവിതത്തിലും ഇതേ സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ കാണുവാൻ സാധിക്കും. ഒരു വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 12. John the Gospel chapter 16 verse 12. ഇനി വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, നിങ്ങൾക്കിപ്പം വഹിപ്പാൻ പറ്റത്തില്ല, നിങ്ങൾക്കത് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, എന്തൊക്കെയോ അവരെ പഠിപ്പിക്കണമെന്നുണ്ട്, ഇരിക്കുന്ന മർമ്മങ്ങൾ പലതും വെളിപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിലും യേശു അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പം എന്ത് പറ്റത്തില്ല, അത് വഹിക്കാനുള്ള കഴിവില്ല, നിങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തിന് നടുവിൽ കർത്താവായ യേശുക്രിസ്തു ഇവരെയും കൊണ്ടുപോകുന്ന സമയത്തൊക്കെ യേശുക്രിസ്തു ഇവരിൽ കൂടെ എക്സ്പെക്റ്റ് ചെയ്തായിരിക്കുന്ന ആറ്റിറ്റ്യൂഡിന് വിരുദ്ധമായിട്ടാണ് പലപ്പോഴും ശിഷ്യന്മാർ പ്രവർത്തിക്കുവാനിടയായിത്തീർന്നത്. കർത്താവായ യേശുക്രിസ്തുവിനോട് പല സന്ദർഭത്തിലും ഇവർ യേശുവിനോട് കൂടെ നിൽക്കുവാനിടയായിത്തീർന്നു. വേദപുസ്തകത്തിലെ ചില ദൈവിക മർമ്മങ്ങൾ കർത്താവായ യേശു വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ യഹൂദന്മാരൊരു ചോദ്യം ചോദിച്ചു, ഇവൻ്റെ മാംസം ഞാൻ എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടത്, ഇവൻ്റെ രക്തം ഞങ്ങൾ എങ്ങനെയാണ് കുടിക്കുക? കാരണം ഇവക്ക് അത് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇവക്കില്ല, ഇവക്കത് ഗ്രഹിക്കുവാനുള്ള കഴിവില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു, മറ്റെല്ലാവരും എന്നെ വിട്ടുപോയി, നിങ്ങൾക്കും എന്നെ വിട്ടു പോകുവാൻ മനസ്സുണ്ടോ? പത്രോസ് പ്രകാരം പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രമാത്രം മറ്റുള്ളവരെല്ലാവരും മനസ്സിലാക്കുവാൻ സാധിക്കാതെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കാതെ മറ്റ് പലരും ഇറങ്ങിപ്പോയതായ സ്ഥാനത്ത്, പലരും യേശുക്രിസ്തുവിനെ വിട്ടുപോയ സ്ഥാനത്ത് തൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി അവർ ആ യേശുക്രിസ്തുവിനെ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അഥവാ ഈ സന്ദർഭത്തിലും മനസ്സിലാക്കി യേശുവിനോട് കൂടെ നിൽക്കുവാൻ അവർ ആഗ്രഹിച്ചുവെങ്കിലും കർത്താവായ യേശു പറയുകയാണ്, ഇപ്പോഴേ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വഹിപ്പാനായിട്ട് നിങ്ങൾക്ക് കഴിവില്ല. അവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ ഈ പ്രത്യമാരിക വിഷയത്തിൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണമേ. അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്.
Hebrews chapter 5 verse 14. ആ, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിവാൻ ആ ആ പ്രായം തികഞ്ഞവർക്കേ പറ്റിയുള്ളൂ. അപ്പോൾ ഒരു മച്യൂരിറ്റി പ്രാപിച്ചവർക്ക് മാത്രമേ ഈ ആഹാരം കഴിക്കുവാൻ സാധ്യത. ശ്രദ്ധിച്ചോണേ, ഞാൻ പറഞ്ഞ വേർഡ്, കട്ടിയായുള്ള ആഹാരം കഴിക്കണമെങ്കിൽ അല്പം പ്രായപൂർത്തിയായവർക്കേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ ഒരു അർത്ഥമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ട്. നിന്റെ സ്പിരിച്വൽ സ്റ്റാറ്റസ് എത്രമാത്രമുണ്ടോ അത്രത്തോളമേ നിനക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ശ്രദ്ധിക്കാൻ പറഞ്ഞത്, നിന്റെ ആത്മീയ നിലവാരത്തിന് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രാപിക്കുന്ന നിലവാരം നിൽക്കുന്നത്. അഥവാ നമ്മുടെ സ്പിരിച്വൽ മച്യൂരിറ്റിക്ക് അനുസരണമായിട്ടായിരിക്കും എനിക്ക് ദൈവവചനം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പിരിച്വൽ മച്യൂരിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എത്രത്തോളം ദൈവത്തിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളത്. കേൾക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കേൾക്കാത്തത് കൊണ്ടല്ല ഇവരെല്ലാവരും ഇങ്ങനെ ആയിപ്പോയത്. താഴെ ദൈവത്തിൻ്റെ ദാസന് ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ് പറഞ്ഞു, കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാർ ആയിരിക്കേണ്ടത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് പഴക്കം ഇവരുടെ ആത്മീയ ജീവിതത്തിൽ പറയുവാനുണ്ടെങ്കിലും ഇവർ ഇന്നത്തെ അവസ്ഥയിൽ പലതും ആയിത്തീരേണ്ട ഒരു അവസ്ഥയിൽ ആകേണ്ടിയിരുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ നോക്കുമ്പോഴും ഇവരാകാത്തത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്കിത് വഹിപ്പാൻ കഴിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോണം എത്രത്തോളം എൻ്റെ ആത്മീയ അവസ്ഥ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, എൻ്റെ സ്പിരിച്വൽ മച്യൂരിറ്റി എത്രത്തോളം ഉണ്ട്, അത്രത്തോളം ആയിരിക്കും ഞാൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ വളർച്ചയുടെ ലെവലിനനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ പ്രാപിക്കുന്നത്. ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുന്ന വേർഡ്, നിങ്ങൾക്കറിയാം ഇതേ ദൈവത്തിൻ്റെ വചനം, ഈ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഒരു കൂട്ടം ആൾക്കാർക്ക് വെറും പാലായിരിക്കുമ്പോൾ വേറൊരു കൂട്ടം ആൾക്കാർക്ക് അത് കട്ടിയുള്ള ആഹാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ ആഹാരത്തിന് മാറ്റമൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനമാണ് അവരും നമ്മളും വായിക്കുന്നത്. പക്ഷെങ്കിൽ നമുക്കത് പാലായിരിക്കുമ്പോൾ വേറൊരു കൂട്ടം ആൾക്ക് അതേ ദൈവത്തിൻ്റെ വചനം അത് കട്ടിയുള്ള ആഹാരമായി തീർന്നു. എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ. അവരവരുടെ ആത്മീയ വളർച്ചയാണ് അതിന് കാരണമായിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്, അവരവരുടെ ആത്മീയ വളർച്ചയാണ് അതിന് കാരണമായിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, എൻ്റെ ആത്മീയ വളർച്ച എത്രമാത്രമുണ്ട് അതിനനുസരിച്ചായിരിക്കും ആത്മീയ സത്യങ്ങൾ ഞാൻ ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നിൽ വളരുന്നതായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന അഭിവൃദ്ധി, എന്നിൽ വളരുന്നതായിരിക്കുന്ന ആത്മീയത, അതിനനുസരിച്ചായിരിക്കും ഞാൻ തുടർന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഞാൻ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തെ മനസ്സിലാക്കിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അത് നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒന്ന് വായിച്ചാട്ട് 1, 2, 3 വാക്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 56-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 56. ഇവിടെ പറയപ്പെടുന്നു, കർത്താവായ യേശു ക്രിസ്തു ശാസ്ത്രിമാരോടും ന്യായാധിപന്മാരോടും യേശു പറയുന്ന ഒരു വേർഡാണിത്. ഭൂമിയുടെ കാലത്തെ വിവേചിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു, എന്നാൽ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ മാനുഷിക ജ്ഞാനം കൊണ്ട് പ്രാപിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ദൈവിക ജ്ഞാനമെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ്. ഇവർ കർത്താവായ യേശു അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ കാലങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് അവർക്കറിയാം? ഭൗമികമായ രീതിയിൽ അവർ പരിജ്ഞാനമുള്ളവരാണ്, ജ്ഞാനമുള്ളവരാണ്, അവർക്ക് അറിവുണ്ട്.
പക്ഷെങ്കിൽ ഈ അറിവ് എന്തിലേക്ക് അവരെ നടത്തുന്നില്ല? ആത്മീയമായിട്ട് വിവേചിക്കുവാനായിട്ട് അവരെ നടത്തുന്നില്ല. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ കാലങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയം അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാൻ പറ്റാത്തതാണ്. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഞാൻ പ്രാപിക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല. എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ലഭിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. ബുദ്ധി കൊണ്ട് എന്തെങ്കിലും പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അളവിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ കാണുന്നത് ഭൗമികമായി മാത്രമേ കാണത്തുള്ളൂ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികമായി കാണുന്നു, ഭൗമികമായി അവൻ സംസാരിക്കുന്നു, ഭൗമികമായി അവൻ കേൾക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് വന്നവർ മാത്രമേ ആത്മീയമായിട്ട് കാണുവാൻ സാധിക്കൂ. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞൊരു വേർഡ് പ്രകാരം ഉണ്ടായിരുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. എന്താ വിഷയം? ഒരു കൂട്ടം ആൾക്കാർക്ക് അത് വിലയില്ലാത്തതാണ്, എന്നാൽ നമുക്ക് അത് വിലയുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വിലയുണ്ട്? എനിക്ക് അതിനെ ആത്മീയമായി കാണുവാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൗമിക ബുദ്ധി കൊണ്ട് എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ദൈവികം മച്യൂരിറ്റി എന്ന് പറയുന്നത്. പിന്നെയോ എന്താ അവിടുത്തെ വിഷയം? ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് വിഷയം? വായിച്ചാട്ട് 2 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, എപ്പോഴും പഠിച്ചിട്ടും, അപ്പോൾ പഠിത്തം നടക്കുന്നുണ്ടെങ്കിലും പരിജ്ഞാനം പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല, പരിജ്ഞാനത്തിലേക്ക് കടന്നു വരുന്നില്ല. പഠിക്കാത്തത് കൊണ്ടല്ല പരിജ്ഞാനമില്ല. പഠനം പരിജ്ഞാനത്തിലേക്ക് നടത്തേണ്ടതാകുന്നുവെങ്കിൽ ഈ പഠനം എന്തിലേക്ക് നടത്തുന്നില്ല? പരിജ്ഞാനത്തിലേക്ക് നടത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് ഇവിടെ പഠിക്കാഞ്ഞതുകൊണ്ടുള്ള കുഴപ്പമല്ല. ഞാൻ ആദ്യം പറഞ്ഞു ആത്മീയമായിട്ട് അവരെ ഇത് വിവേചിച്ചില്ല. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് ഞാൻ പറഞ്ഞത് അവർ പഠിക്കാത്ത കുഴപ്പം കൊണ്ടല്ല, പിന്നെയോ അവർ പരിജ്ഞാനത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല. എന്താണ് വാസ്തവത്തിൽ അവരുടെ പ്രശ്നം? എന്നാണ് അവരുടെ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചാട്ട് 2 തിമോഥെയോസ് 4-ാം അധ്യായം 3-4 വാക്യം. 2 Timothy chapter 4 verse 3 and 4. പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആന്തരികത്തെക്കാൾ ഉപരിയായിട്ട് ഇന്ന് ലോകത്തിന് വേണ്ടത് കർണരസമാകുമാറ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിപ്പിക്കാനോ ഒന്ന് സന്തോഷിപ്പിക്കാനോ ഒന്ന് എൻകറേജ് ചെയ്യപ്പെടുവാനോ വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ദൈവമക്കൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ എൻകറേജ്മെൻ്റ് ഉണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ സൗഖ്യമുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ഇതെല്ലാം ദൈവവചനത്തിൽ കാണുന്നുവെങ്കിലും ഇന്ന് ജനത്തിന് ഒരു റിപ്രൂഫ്, ഒരു രൂപാന്തരം വരേണ്ടതായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കാതെ അവർക്ക് വേണ്ടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, കർണരസമാകുമാറുള്ള കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കുമ്പോൾ ഇഷ്ടകരമായിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതാണ് ഒരു വില കൊടുക്കുവാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിരിക്കുന്ന ദൈവിക വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കാതെ പുറത്തെ ചില മൂടുപടി അണിഞ്ഞുകൊണ്ടുള്ളതായിരിക്കുന്ന ചിലതിലാണ് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് അവർക്ക് ഒരു മച്യൂരിറ്റിയിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്ന ഒരു വാക്യം കൂടെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 25. കർത്താവായ യേശു ക്രിസ്തു അവരെ നോക്കിയിട്ട് തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ വിശ്വസിക്കാത്തവർ. കാരണം ഇവർ ആരായി മാറ്റപ്പെട്ടു? ഇവർ പ്രവാചകന്മാരുടെ വാക്ക് വിശ്വസിക്കാത്തവരായി തീർന്നു. അവർക്ക് വാക്ക് അറിയാഞ്ഞിട്ടല്ല, പകരം അവർക്ക് എന്തില്ലായിരുന്നു? വിശ്വസിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. യേശു ഉയർക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് നോക്കിയിട്ട് അത് തുറന്നു കിടക്കുന്ന അതിനകത്ത് ആരുമില്ല എന്ന് കണ്ടിട്ടും യേശു ഉയർക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുവാനായിട്ട് അവർക്ക് സാധ്യമായില്ല.
കാരണം എന്നാ? അവർ ബുദ്ധിഹീനരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ടന്റ് ചെയ്യുവാൻ സാധിക്കുന്നത്, അവർക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നത് അത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്പിരിച്വൽ മച്യൂരിറ്റി വന്ന് ഒരു വ്യക്തിക്കുള്ളതായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇവർക്ക് മുൻപോട്ട് കടന്നു പോകാൻ സാധ്യമായില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ വർധന ഉണ്ടാകണമെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടത്, എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഞാൻ പ്രാപിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അളവിന് അനുസൃതമായിട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം BTH ഞാൻ ഇപ്രകാരം പറയുവാൻ ഇടയായിത്തീർന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാചകം കേൾക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത് എത്രമാത്രമുണ്ട് എന്നുള്ളത്. കാരണം ഞാനും എൻ്റെ ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ നിന്നുകൊണ്ട് എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾക്ക് ഒരു സാധാരണപ്പെട്ട വാക്കുകളായിരിക്കുകയില്ല, പിന്നെയോ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയതായിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും അതിനകത്തുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവപൈതലായി ജീവിക്കുമ്പോൾ, ഒരു ശിശുവെന്ന അളവിൽ ഞാൻ ജീവിക്കുന്ന പോലെ തന്നെ ഒരു മച്വറായിട്ട് എനിക്ക് ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കണേ, ഒരു ശിശുവെന്ന അവസ്ഥയിൽ ഞാൻ ജീവിക്കുമ്പോൾ ശിശുവിന് പാലാണ് കൊടുക്കേണ്ടതെങ്കിൽ, ഒരു മച്വറായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കട്ടിയുള്ള ആഹാരമാണ് കൊടുക്കുന്നതെങ്കിൽ, ഈ ശിശു കുടിക്കുന്ന പാല് കഴിഞ്ഞാൽ ഉടനെ കട്ടിയുള്ള ആഹാരം കൊണ്ട് ആ കുഞ്ഞിന് കൊടുക്കത്തില്ല. കട്ടിയുള്ള ആഹാരം കൊടുത്താൽ ആ കുഞ്ഞിന് ജീവന് പകരം മരണമായിരിക്കും സംഭവം. ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ പോയിന്റ് ഓരോന്നും. ആ കുഞ്ഞിന് ജീവന് പകരം മരണമായിരിക്കും സംഭവിക്കുന്നത്. എന്താ അതിന് കാരണമായിരിക്കുന്നത്? ഈ കുഞ്ഞ് കട്ടിയുള്ള ആഹാരം കഴിക്കുവാൻ അതിന് ത്രാണിയില്ലാത്തത് തന്നെ കാരണം. അത് അബ്സോർവ് ചെയ്യാനായിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് പാലുകുടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന പലവിധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താ അതിൻ്റെ കാരണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ആ കുഞ്ഞിനെ എത്രത്തോളം അബ്സോർവ് ചെയ്യുവാൻ സാധിക്കും, എന്ത് അബ്സോർവ് ചെയ്യുവാൻ സാധിക്കും, എന്താണ് ആ കുഞ്ഞിൻ്റെ ദഹനത്തിന് കാരണമായിരിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും ഫുഡ് ആ കുഞ്ഞിന് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ പോയിന്റ്. അതുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിന് കൊണ്ടുവന്ന് ആരും പോയി കട്ടിയുള്ള ആഹാരം കൊടുക്കത്തില്ല, ആ കുഞ്ഞ് മരിക്കുവാൻ കാരണമായി തരും. എന്നാൽ അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരണമായിരിക്കുന്ന ആഹാരം അതിന് ആവശ്യമാണ്. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരണമായിരിക്കുന്ന ഫുഡാണ് ഞാൻ പ്രാപിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് നോക്കുമ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്. ഇവരുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരണമായിരിക്കുന്ന ഒരു ഫുഡ് കൊടുക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് സാധിക്കുന്നില്ല. ഈ അപ്പോസ്തലനായ പൗലോസിന് പറ്റുന്നില്ല. എന്താ അതിൻ്റെ കാരണം? ഇവരുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ട്. ഇവര് കൊല്ലങ്ങളുടെ പഴക്കം ഇവർക്ക് പറയുവാൻ ഉണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് ആത്മീയമായിരിക്കുന്ന ഒരു വളർച്ച അവർക്ക് ലഭിക്കുവാൻ സാധിച്ചില്ല. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്, ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുവാൻ സാധ്യമായില്ല എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട സമയത്തെ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും അവരായിരിക്കുന്നത്. കൊല്ലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാർ ആകേണ്ട ഒരു കാലമാണെങ്കിലും ഇന്നും ഉപദേഷ്ടക്കന്മാരാകുവാൻ സാധിക്കാതെ ഇന്നും ഇരുന്നു കൊണ്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്നും വേണ്ടതെന്തുവാ? വല്ല കടം കഥകളാ. ഇന്നും വേണ്ടതെന്തുവാ? ഏതെങ്കിലും ഒരു കൊച്ചു കഥയാ വേണ്ടത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ മക്കൾക്ക് അവരുടേതായിരിക്കുന്ന ആത്മീയ നിലവാരം ഉയർന്നു വരണമെങ്കിൽ ഞാനും നിങ്ങളും എന്താണ് അബ്സോർവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതം എത്രത്തോളം വളർച്ചയുണ്ടെന്നുള്ളത്. ഞാനും നിങ്ങളും ഏറ്റെടുക്കുന്നതാണ് എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ വെളിപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒന്നാമത് ഞാൻ പറഞ്ഞു വരുവാൻ വന്ന പോയിന്റ് ഒന്നാണ്, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരണമായിരിക്കുന്ന ഒരെണ്ണായിരിക്കും എത്രത്തോളം എനിക്ക് സ്വീകരിക്കുവാൻ, എത്രത്തോളം ഞാൻ ആത്മീയമായിട്ട് വളർന്നിട്ടുണ്ടോ അത്രത്തോളം ആയിരിക്കും ഞാൻ സ്വീകരിക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് വായിച്ചോട്ടോ, അതിൻ്റെ 12ാമത്തെ വാക്യം. ഇവിടെ ദൈവത്തിൻ്റെ വിശുദ്ധവചനം പൗലോസ് പറയുന്നു, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പൗലോസ് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലേക്ക് കടന്നു വരേണ്ടവരാ? ഉപദേഷ്ടക്കന്മാരായി തീരേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കേൾക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് ഇരുന്ന് കേൾക്കുക എന്നുള്ളത് മാത്രം, ഇരുന്ന് കേൾക്കുക എന്നുള്ളതല്ല, പിന്നെയോ പറഞ്ഞു കൊടുക്കുവാൻ
പ്രാഗൽഭ്യമുള്ളവരാകണം. നിങ്ങൾ മനസ്സിലാക്കണം, പ്രാപിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന പോയിന്റ് ഓരോന്നും. പ്രാപിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. എത്രത്തോളം നീ മനസ്സിലാക്കിയിട്ടുണ്ട് അത്രത്തോളം മറ്റുള്ളവർ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ കൊടുക്കുന്ന ഒരളവ് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് കുഞ്ഞെ. നാം ഇപ്രകാരം കുഞ്ഞായി ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ ആ മച്യൂരിറ്റിയിലേക്ക് കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടക്കന്മാരായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അറ്റ്ലീസ്റ്റ് എല്ലാവരും ആരെങ്കിലും ആകണം, ഉപദേഷ്ടക്കന്മാർ, ടീച്ചേഴ്സെങ്കിലും ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാ എല്ലാവരും പഠിപ്പിക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും അല്ല. പിന്നീട് എന്തിനെക്കുറിച്ച് ഇവിടെ പറയുന്നു? ദൈവം സഭയിൽ ഉപദേഷ്ടക്കന്മാരെ ആക്കിയിട്ടുണ്ട്, പുരോഹിതന്മാരെ ആക്കിയിട്ടുണ്ട്, പ്രവാചകന്മാരെ ആക്കിയിട്ടുണ്ട്, ഇടയന്മാരെ ആക്കിയിട്ടുണ്ട്. ഒരു സഭയിൽ ഇടയന്മാരും ഉപദേഷ്ടക്കന്മാരും ഉണ്ടെങ്കിലും ആ ഇടയന്മാരും ഉപദേഷ്ടക്കന്മാർക്കും സഭയിൽ ഉപദേശിപ്പാൻ അനുവാദമുണ്ടെങ്കിലും അതുകൊണ്ട് ബാക്കിയുള്ള ഒരൊറ്റ വ്യക്തിയും ഉപദേശിക്കുന്നതിൽ നിന്ന് മാറിട്ട് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ പോയിന്റ്. ഇവിടെ ദൈവം സഭയിലേക്ക് നോക്കുമ്പോൾ ഇടയന്മാരെയും ഉപദേഷ്ടക്കന്മാരെയും ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഉപദേഷ്ടകന്മാർക്കാണ് ഉപദേശിക്കേണ്ട ജോലി ദൈവം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയെയും, അഥവാ സഭയിലുള്ള ഒരു ആടിനെ പോലും ഈ ഉപദേഷ്ടാവ് എന്നുള്ള ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഉപദേശിക്കുക എന്നുള്ളത്. എന്ത് ചെയ്തെങ്കിൽ മാത്രമേ ഉപദേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഉപദേശിക്കണമെങ്കിൽ ഇവിടെ പറയപ്പെടുന്നത്, ഞാൻ ഒന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് പോലും ഇതുവരെ ഒന്നും അറിയത്തില്ല. പിന്നീട് എന്താണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്? കാലം നോക്കിയാൽ എത്ര കാലമായി ഉപദേഷ്ടക്കന്മാരാകേണ്ട കാലമായി, എന്നാൽ എന്തില്ല ഇതുവരെ ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ച്, ആരെക്കുറിച്ച് ഇവിടെ പറയുന്നു? ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നത്. അവർക്കൊരു പേരുണ്ട്. അവരുടെ പേരാണ് സ്പിരിച്വൽ പേരൻറ്റിങ്, ആത്മീയമായിരിക്കുന്ന മാതാപിതാക്കന്മാർ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും കരങ്ങൾ തന്നിരിക്കുന്ന ഒത്തിരി ആടുകളുണ്ട്. ഈ ആടുകളുടെ ഒരു പേരൻറ്റിങ്, ഒരു ആടുകൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, ആടുകളെ പ്രബോധിപ്പിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് എവിടെ നടക്കുന്ന ശുശ്രൂഷയാണ്? സ്റ്റേജിൽ നടക്കുന്ന ശുശ്രൂഷയല്ല. നിങ്ങളെ ആക്കിയിരിക്കുന്ന മണ്ഡലങ്ങൾ 1 to 1 ഓരോരുത്തരായിട്ട് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് ചെയ്യുവാൻ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ഉള്ളവന് ഞാൻ വീണ്ടും കൊടുക്കും, ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്താ അതിൻ്റെ അർത്ഥം? ഉണ്ട് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം വീണ്ടും കൊടുക്കുവാൻ ശക്തനാണ്. ഇല്ല എങ്കിൽ, ഉണ്ടെങ്കിലും നീ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് എന്താണ്? അത് കർത്താവ് എടുത്ത് മാറ്റും. ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞ പോയിന്റ്. ഉള്ളവന് ഞാൻ കൊടുക്കും. ഉണ്ടെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നിനക്കുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം വീണ്ടും തരുവാൻ ദൈവം ശക്തനാണ്. എന്നാൽ നീ ഇല്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് എന്തുണ്ട് അത് നിങ്കിൽ നിന്ന് എടുത്തു മാറ്റും. എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുവാനുള്ള ഒരു നല്ല കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കാതെ എനിക്ക് വളരുവാൻ സാധ്യമല്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ഞാൻ പ്രാപിച്ചത് മറ്റുള്ളവർ കൊടുക്കുമ്പോഴാണ്. മറ്റുള്ളവർ കൊടുക്കുവാൻ സാധിക്കുന്നത് ഒരു ആത്മീയ വളർച്ചയുടെ കാരണമായിരിക്കും. നിങ്ങൾ ചിന്തിക്ക്, ഒരു 5ാം ക്ലാസ് പഠിക്കുന്നതായിരിക്കും ഒരു കുഞ്ഞ്. 5ാം ക്ലാസ് ഏതാണ്ട് 10ാമത്തെ വയസ്സിൽ ആ കുഞ്ഞ് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ ഈ കുഞ്ഞ് 5ാം ക്ലാസ് പഠിക്കുവാൻ 10ാമത്തെ വയസ്സിൽ തുടങ്ങി 25 വയസ്സായി ഇപ്പോഴും 5ാം ക്ലാസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മൾ ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്നത്? പത്ത് വയസ്സുകൊണ്ട് 5ാം ക്ലാസ്സിൽ കുഞ്ഞിന് കയറാൻ പറ്റും. പക്ഷേ 5ാം ക്ലാസ്സിൽ കയറിയിട്ട് ഇപ്പം കൊല്ലം 15ആയി ഇപ്പോഴും ഇരിക്കുന്നത് 5ാം ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ ആ കുഞ്ഞ് എങ്ങനെയുള്ളൊരു കുഞ്ഞായിരിക്കും? അതാ ഇവിടുത്തെ വിഷയം.
എന്താ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? നിങ്ങൾ മന്ദതയുള്ളവരായതുകൊണ്ട് നിങ്ങളോട് തെളിയിച്ചേരുവാൻ ബുദ്ധിമുട്ടായി. എന്താ വിഷയം? കാരണം നിങ്ങൾ ഇപ്പോഴും ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോഴും നിങ്ങൾ ആരായിരിക്കുന്നു? ശിശുവായിരിക്കുന്നു. ഇപ്പോഴും കുഞ്ഞായിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഈ കുഞ്ഞ് പഠിച്ചു വന്നിരുന്നുവെങ്കിൽ ഈ 5ാം ക്ലാസ് പഠിക്കുന്നവനെ സഹായിക്കാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുമായിരുന്നു. എന്ത് ചെയ്തിരുന്നുവെങ്കിൽ? ഒന്ന് പാസ്സായി മുമ്പോട്ടൊന്ന് പോയിരുന്നുവെങ്കിൽ. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് 5ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന വിജ്ഞാനം കൊണ്ട് ഇപ്പോഴും ഇരിക്കുക. അതുകൊണ്ട് ക്ലാസ് ജയിക്കുന്നുണ്ടോ അതുമില്ല. ആകപ്പാടെ ഒരു വലിയ ദോഷത്തിന് കാരണം. നിങ്ങളൊന്ന് ശാന്തമായിട്ട് ചിന്തിച്ചേ, ഇതല്ലേ നമ്മുടെ ആത്മീയ അവസ്ഥ? എല്ലാവരുടെ അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, വർഷങ്ങൾ പലതും നമുക്ക് പറയുവാൻ സാധിക്കുമെങ്കിലും എന്താണ് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉയർച്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് 10ാമത്തെ വയസ്സിൽ കയറുമെങ്കിൽ 25ാമത്തെ വയസ്സിലും അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളത് ഞാൻ വിട്ടുകളയട്ടെ. എന്നാൽ മറ്റുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളായിരിക്കുന്ന പ്രായപൂർത്തിക്ക് അനുസൃതമായിട്ട് നാം പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നാം ആയിരിക്കുന്ന പ്രായപൂർത്തിക്ക് അനുസൃതമാണ്. നമ്മൾ ഒത്തിരി പ്രായമുള്ളവരായിപ്പോൾ ഇല്ലേ? ആത്മീയ ജീവിതത്തിൻ്റെ ഒത്തിരി പ്രായമുണ്ട്. പക്ഷെങ്കിൽ ഈ പ്രായത്തിനനുസൃതമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചോ. 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു പോയി. അത് 12ാം ക്ലാസ് ആക്കിയോ? 30ാമത്തെ വയസ്സായി ഇപ്പോഴും 12ാം ക്ലാസ് ഇരിക്കുകയാണെങ്കിൽ 17ാമത്തെ വയസ്സിൽ 12ാം ക്ലാസ് പാസ്സാകണം. 30 വയസ്സായി ഇപ്പോഴും 12ാം ക്ലാസ്സിലായി ഇരിക്കുന്നതെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ ചിന്തിച്ചോണേ. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുവാൻ ആഗ്രഹിച്ചത്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഞാൻ പലതും പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും എന്നെ തന്നെ ആരോ അങ്ങ് കൺട്രോൾ ചെയ്യുന്നു. എന്തുകൊണ്ട്? നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ സാധിക്കുന്നില്ല. എബ്രായ വിശ്വാസികളോട് പറയുന്ന വേർഡാ. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അത് ഗുണത്തെക്കാൾ ഉപരി ദോഷം ചെയ്യും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ ചില റെഫറൻസ് ബൈബിൾ രക്ഷിക്കപ്പെട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ചില റെഫറൻസ് ബൈബിളൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. ആ വായിക്കുന്ന ഭാഗത്ത് ഇവരെഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് എൻ്റെ ബുദ്ധി വെച്ച് നോക്കിയപ്പോൾ ഞാൻ ചിരിക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, ഇത്രയും വലിയ ദൈവദാസനൊക്കെയാണ്, പക്ഷേ എന്തുവാ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവരെഴുതിയതെല്ലാം ശരിയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത് കാരണം മറ്റൊന്നുമല്ല. നമ്മൾ അവരുടേതായിരിക്കുന്ന പ്രായപൂർത്തിയിൽ പക്വതയിൽ നിൽക്കുമ്പോൾ അവർ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നുള്ളത് ഇന്ന് വരുന്നവർക്ക് ഒരു ഹാസ്യ വിഷയമായി തീരുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ബെർണാഡ് ബ്ലെസ്സിങ്ങുമായിട്ട് എനിക്ക് ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞ ഒരു വേർഡ് എന്നെ വളരെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞൊരു വേർഡ് ഇതാണ്: ദൈവസന്നിധിയിൽ ദൈവം കഴിഞ്ഞ നാളുകളിൽ എടുത്തുപയോഗിച്ച ദൈവദാസന്മാർ ശക്തമായിട്ട് ദൈവം അവരെ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ യു ഹാവ് ടു റെസ്പെക്റ്റ് ഹിം. ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ തലമുറ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ഗിഫ്റ്റൊന്നും കാണത്തില്ലായിരിക്കാം, അവർക്ക് വലിയ കരിസ്മാറ്റിക് കൃപാവരങ്ങളൊന്നും വെളിപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഇത്രത്തോളം അവർ ആ സഭയെ വളർത്തി ഇന്ന് അവിടെ നിൽക്കുവാൻ ഒരു കാരണമുണ്ട്. അവരുടെ മേൽ പകർന്ന ദൈവകൃപയാണ്. നീ ആ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്നത് വരെ അവർ കടന്നുപോയ കഷ്ടതയോ അവർ കടന്നുപോയതായിരിക്കുന്ന അനുഭവം എന്തുവാണെന്നോ നീ മനസ്സിലാക്കത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുവാൻ സാധിക്കും. പെട്ടെന്ന് ഒരാളെ അങ്ങ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഈ പുള്ളിയാണോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, എത്രമാത്രം സഫറിങ്സിൽ കൂടെയാണ് കഴിഞ്ഞ നാളുകൾ കടന്നുപോയത്. കഷ്ടത എത്രമാത്രം, ഒരു പക്ഷെങ്കിൽ പട്ടിണി, വേദന, നിരാശ, ഏതെല്ലാം അനുഭവങ്ങൾ കൂടി അവർ കടന്നുപോയി. അതുമേലൊക്കെ ജയം എടുത്താണ് ഇന്ന് അവരെ കൊണ്ട് ആ സ്ഥലത്ത് നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മെപ്പോലെ കൃപ അവർക്കില്ലായെങ്കിലും അതിൻ്റെ അർത്ഥം അവരെ പുച്ഛിക്കണമെന്നല്ല. അതിൻ്റെ അർത്ഥം അവർ മാനിക്കപ്പെടുവാൻ യോഗ്യത
യോഗ്യതയുള്ളവരാ. വാസ്തവത്തിൽ എൻ്റെ കണ്ണ് അവിടെ വെച്ച് തുറന്നു. മനസ്സിലായി ഞാൻ പറഞ്ഞു വന്ന വിഷയം? കഴിഞ്ഞ നാളുകൾ കടന്നുപോയതായിരിക്കും ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ, ദൈവദാസന്മാർ പ്രാപിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ കാണുമ്പോൾ അവരുടേതായിരിക്കുന്ന മാന്യത, അവരുടെ ബഹുമാന്യതയാണോ കാണുവാൻ സാധിക്കേണ്ടത്? ഞാൻ പോൾ യോങ്കിച്ചോ ഇവിടെ വരുന്നതായ സമയത്ത് ദുബായിൽ അദ്ദേഹം ഒരിക്കൽ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ മെസ്സേജിൻ്റെ അന്നത്തെ മീറ്റിങ്ങിൽ, ഓർഗനൈസിങ്ങിൽ നമ്മളും നമ്മുടെ ചർച്ചും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അന്ന് ആ മീറ്റിംഗ് നടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ലക്ഷക്കണക്കിന് ആത്മാക്കളുള്ള ഒരു സഭയുടെ ഒരു ദൈവദാസൻ്റെ മെസ്സേജ് ഇതായിരുന്നുവോ? ഇതാണോ? പക്ഷെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ അവസാനം ദൈവത്തിൻ്റെ കരങ്ങൾ അദ്ദേഹത്തിൽ കൂടെ വെളിപ്പെട്ട് കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് തിരിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയോടെ എന്നോട് നീ ക്ഷമിക്കണമേ. കാരണം അതായിരുന്നു അതിൻ്റെ അവസാന സന്ദർഭം. എന്താ സംഭവിച്ചെന്നറിയാമോ? സംഭവിച്ചത്, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കിനനുസരണമായിട്ട് ഞാൻ അദ്ദേഹത്തെ അളന്നു. പക്ഷേ അതായിരുന്നില്ല വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർക്ക് തെറ്റ് പറ്റുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകൾ ദൈവം ആക്കിയ സ്ഥാനത്ത് ദൈവം ശക്തമായിട്ട് അവരെ പരിപാലിച്ച് ഉയർത്തിക്കൊണ്ട് വന്നുവെങ്കിൽ, തളരാതെ നിർത്തിയെങ്കിൽ, തകർന്നു പോയവരെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത്, തളരാതെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ അവരെ ബഹുമാനിക്കുവാൻ യോഗ്യരാണ്, കടപ്പെട്ടവരാണ്. എന്താ വിഷയമെന്ന്? ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവർ എന്ത് സംഭവിച്ചു? കാലം നോക്കിയാൽ ഉപദേഷ്ടകന്മാരായിരിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ എന്തായിരുന്നു? ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ബാലപാഠങ്ങൾ ABCD പഠിപ്പിച്ചു തരേണ്ട കാര്യമായി തീർന്നു. ഇന്നും പറഞ്ഞു കൊടുക്കേണ്ടത് എന്തുവാ? ABCD. വർഷമെത്തായി രക്ഷിക്കപ്പെട്ടിട്ട് കൊല്ലങ്ങളായി, സ്നാനം ഇന്നും പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരോ ഉപദേശങ്ങൾ ഇന്ന് പറഞ്ഞു. എന്താ കാരണമെന്ന്? വർഷങ്ങൾ കുറച്ചായിട്ടും ഇന്നും എങ്ങനെ ഇരിക്കുക? പണ്ടത്തെ പോലെ അതിന് ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ തിരുവചനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, നമ്മൾ ഒരു ആത്മീയ വളർച്ചയിലേക്ക് എനിക്കും നിങ്ങൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ആ ബാലപാഠങ്ങളെ പിടിച്ചുകൊണ്ട് ഇരിക്കുവാനല്ല നമ്മൾ ആയിരിക്കേണ്ടത്. പിന്നെയോ ഇതിനപ്പുറത്തേക്കൊന്ന് കടക്കണം. മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. അവിടെ നമ്മൾ കാണുന്നത് എന്താ വായിക്കുന്നത്? അതിൻ്റെ 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, വേഴ്സ് 13. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്? ഇവരിപ്പോഴും പാല് കുടിക്കുക. വായിച്ചാട്ടെ, എന്തുകൊണ്ട് അവർ പാല് കുടിക്കുന്നു? 1 Corinthians chapter 3 verse 2. 1 Corinthians chapter 3 verse 2. ഭക്ഷണമല്ല പാലത്രേ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾ കഴിവില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ വിഷയം എന്ന് പറയുന്നത്, ഇന്നും അവരാരാ? ആത്മീയരാണ്. പക്ഷെങ്കിൽ അവർ ഇന്ന് ഇവിടെ ജീവിക്കുന്നു, ജഡീയ അവസ്ഥയിൽ ജീവിക്കുന്നു. ആത്മീയരാണ്, എന്നാൽ ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ജഡത്തിൻ്റെ ഇച്ഛകളാണ് അവർ കൂടെ വെളിപ്പെടുന്നത്. ജഡിക വികാരങ്ങൾക്ക് വേണ്ടിയാണ് അവർ മുൻപോട്ട് കടന്നു പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം തന്നില്ല, ഞാൻ നിങ്ങൾക്ക് തന്നത് വെറും പാല് മാത്രം. പൗലോസ് അവരുടെ ജഡിക സ്വഭാവങ്ങളെക്കുറിച്ച് താഴോട്ട് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കട്ടിയുള്ള ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് ഞാൻ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഒരാത്മീയ വളർച്ചയിലേക്ക് ഞാൻ കടന്നു വരേണ്ടതാകുന്നുവെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, അത് ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് വരുന്നതല്ല. പിന്നെയോ നാളുകൾ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നു വരേണ്ടതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ വളർച്ചയിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. വളരുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് വളരുന്നില്ല? വായിച്ചാട്ട് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 22 to 25, 22 മുതൽ 25 വരെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 25 വരെ. അപ്പോൾ പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്, വചനം കേൾക്കാത്തത് കൊണ്ടല്ല, പിന്നെയോ എന്തുകൊണ്ട്? വചനം കേൾക്കുന്നവരെങ്കിലും അതിനെ പ്രമാണിക്കുന്നില്ല, അതിനെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പിരിച്വൽ മച്യൂരിറ്റി എന്ന് പറയുന്നത് ദൈവവചനം കേൾക്കുന്നതിൽ കൂടെ മാത്രം ലഭിക്കുന്നതല്ല, പിന്നെയോ ദൈവം പ്രമാണിക്കുന്നതിൽ കൂടെയാണ് ലഭിക്കുന്നത്. ദൈവവചനം പ്രമാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വചനം എൻ്റെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഈ ദൈവത്തിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് ഒന്നാമത് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം.
എന്നിലത് ഗ്രഹിക്കപ്പെട്ടുകൊണ്ടാണ് വെളിയിലേക്ക് അത് കടന്നു വരേണ്ടത്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വചനം കേട്ടു, എന്നാൽ അത് ചെയ്യുന്നില്ല എങ്കിൽ തങ്ങളുടെ തൻ്റെ മുഖം സ്വാഭാവികമായിരിക്കുന്ന കണ്ണാടിയിൽ നോക്കുന്നതിനോട് തുല്യമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ കണ്ണാടിയിൽ നോക്കി തൻ്റെ മുഖത്തെയൊക്കെ നേരെയാക്കി, പിന്നെ വെളിയിലേക്ക് കടന്നു പോകുമ്പോൾ തൻ്റെ മുഖത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് അവൻ ഓർക്കുന്നില്ല, മറ്റ് പല കാര്യങ്ങളും ഇടപെട്ട് മുമ്പോട്ട് പോകുകയാണ്. അതോടുകൂടെ തൻ്റെതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കണ്ണാടിയുടെ മുൻപിൽ വെച്ച് എഴുതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചു. എന്താ വേറൊരവസ്ഥയിലേക്ക് അവർ കടന്നു വന്നു? എന്തുകൊണ്ട്? എന്താ ഇവിടുത്തെ വിഷയം? എന്ന് കണ്ണാടിയിൽ നോക്കുന്ന മുഖത്തിന് തുല്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ വചനം കേട്ടിട്ട് അത് പ്രമാണിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ വചനം കേൾക്കുക മാത്രമല്ല, അതിനെ പ്രമാണിക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. വായിച്ചിട്ട് അതിൻ്റെ 1-ാമത്തെ ഭാഗം 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. വചനം പ്രമാണിക്കുന്നില്ല എങ്കിൽ, ആ മച്യൂരിറ്റിയിലേക്ക് കടന്നു വരുന്നില്ല എങ്കിലുള്ള 4 പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ. അപ്പോൾ ഇവരുടെ 1-ാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇന്നബിലിറ്റി ടു റിസീവ് സ്ട്രോങ് ഡോക്ട്രിൻസ്. ശിശുക്കൾക്ക് എന്ത് സാധ്യം? ഇന്നബിലിറ്റി ടു റിസീവ് സ്ട്രോങ് ഡോക്ട്രിൻ. ശക്തമായിരിക്കുന്ന കാര്യമായിരിക്കുന്ന ഉപദേശം പ്രാപിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഉപദേശം അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുന്നു, മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതാണ് ഇമ്മച്യൂരിറ്റിയുടെ 1-ാമത്തെ പ്രശ്നം. 2-ാമത്തെ പ്രോബ്ലം ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 1 and 2. ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യം. നെസസിറ്റി ഓഫ് എ ട്യൂട്ടർ. എപ്പോഴും ഒരു ഗ്രഹവിചാരകൻ്റെ ആവശ്യമുണ്ട്. പഠിപ്പിക്കുന്ന ഒരാൾ എപ്പോഴും കൂടെ ഇരുന്ന് നടക്കണം. ഏത് സമയത്താണ് ഇവർക്ക് ആ സ്പിരിച്വൽ മച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് സെൽഫായിട്ട് ഇവർക്ക് നിൽക്കുവാനായിട്ട് സാധ്യമല്ല, സ്വയമായിട്ട് ഇവർക്ക് മുൻപോട്ട് പോകാൻ സാധ്യം. എപ്പോഴും മറ്റാരുടെയെങ്കിലും സപ്പോർട്ട് വേണം. വേദപുസ്തകം പറയുന്നു, അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവനല്ല. പിന്നെ അവൻ്റെ ജോലി എന്താ? ഒരു സമയം വരുന്നത് വരെ അവൻ ആ ദാസന് കീഴ്പ്പെട്ട് നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഇവൻ വാസ്തവത്തിൽ യജമാനാണെങ്കിലും ഇപ്പോൾ ദാസന് കീഴ്പ്പെട്ട് നിൽക്കേണ്ടവനാണ്. എന്തുകൊണ്ട്? അവൻ സ്വയമായിട്ട് പ്രവർത്തിപ്പാനായിട്ട് അറിയാത്തതുകൊണ്ട്, സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ അറിയാത്തത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ആ മച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു മച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കൂ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, വളരെ പെട്ടെന്ന് ഒരു സഹോദരൻ്റെ മേലും യാതൊരുത്തരുടെ മേലും പെട്ടെന്ന് കൈവെക്കരുത്. എന്തുകൊണ്ട് കൈവെക്കരുത്? അവൻ ഈ പുതിയ ശിഷ്യനാണെങ്കിൽ പിശാചിന് വന്ന നിഗളത്തിൽ അവൻ വീഴാതിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യപ്രാപ്തിയിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന് വീഴുവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട്? അവൻ്റെ പക്വത വെളിപ്പെടുത്താത്തത് കൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അവരിൽ കൂടെ ഒരു പക്വത ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്വതയിലേക്ക് കടന്നു വരാതെ ദൈവിക ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മെ നടത്തുകയില്ല. അതുവരെ നമുക്കൊരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. മറ്റാരുടെയോ കയ്യിലിരുന്നു കൊണ്ട് അവരാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ആകുന്നുവെങ്കിൽ നമുക്കത് വളരെ അനുഗ്രഹമായിരിക്കും. 3-ാമത്തെ പ്രശ്നം എഫെസ്യർ 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. എഫെസ്യർ 4:14. 4-ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫെയ്ത്ത്. വിശ്വാസം പതറിക്കൊണ്ടിരിക്കുന്നു. കാറ്റിനാൽ ഉലയുന്ന ഒരോട പോലെയാകുന്നു. അനുകൂല സാഹചര്യമാണെങ്കിൽ ഭയങ്കര വിശ്വാസം, പ്രതികൂല സാഹചര്യമാണ് നേരെ അങ്ങ് താഴെ. വിശ്വാസം വേരിയബിളാണ്, വേരിയേഷൻസ് വരുന്നു, ഇൻസ്റ്റേബിളാണ്. ഒരു സ്റ്റെപ്പായിട്ട്, ഒരു സ്റ്റഡിയായിട്ട് നിൽക്കുന്നില്ല. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വിശ്വാസം സ്റ്റഡിയായിരിക്കും. 4-ാമത്തെ പ്രശ്നം എബ്രായർ 5:12 കണ്ടിന്യൂവസ് ഇൻ പ്രൈമറി ലെവൽ. കണ്ടിന്യൂവസ് ഇൻ പ്രൈമറി ലെവൽ. ആദ്യ പാഠങ്ങൾ തന്നെ നിലനിൽക്കുക. ഹീബ്രൂസ് 5:12 ഇപ്പോഴും ശിശുക്കളായിരിക്കുന്നു.
ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് മുൻപോട്ട് കടന്നു പോകുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്ന നിങ്ങൾ അവിടെ നിൽക്കുവാനല്ല, പിന്നെയോ എങ്ങോട്ട് കടന്നു വരണം. വേഴ്സ് 14, എബ്രായർ 5:14, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മച്യൂരിറ്റിയിലേക്ക് കടന്നു വരണമെങ്കിൽ എന്തോ വേണം? അല്പമൊക്കെ പ്രായം ഉണ്ടാകണം. പ്രായം വേണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രായം വേണം? വയസ്സ് എന്നിട്ടാണോ മച്യൂറാകുന്നത്? അതല്ല അതിൻ്റെ അർത്ഥം. പിന്നീട് എന്താ അതിൻ്റെ അർത്ഥം? അവിടെ പറയുന്നു, ഈ മച്യൂരിറ്റി വരണമെങ്കിൽ വളരെ ആവശ്യമായിരിക്കുന്നത് നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയം. അപ്പോൾ നമ്മുടെ തഴക്കം കൊണ്ട് നമ്മൾ അഭ്യസിക്കണം. നമ്മുടെ തഴക്കത്തിൽ കൂടെ, അഥവാ നമ്മുടെ അനുദിന അനുഭവത്തിൽ കൂടിയാണ് നമ്മൾ മച്യൂറാകുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടു, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ അനുകാലിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കുവാൻ, അതിന് നമുക്ക് കീഴ്പ്പെടുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ കൂടിയാണ് നമ്മൾ മച്യൂരിറ്റി വരുന്നത്. മച്യൂരിറ്റി വന്നവൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് നന്മ ഏത് തിന്മ ഏതെന്ന് വേർതിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതിന് മറ്റൊരാൾ ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണേ, എഫെസ്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊള്ളുന്ന ശിശുക്കൾ. ഇവിടെ ഒരു ശിശുവായിരിക്കുന്ന ഒരവസ്ഥയല്ല, പിന്നെയോ തൻ്റെ മുൻപിൽ കടന്നു വരുന്ന അനുഭവങ്ങൾ, അത് തെറ്റോ ശരിയോ, അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കുവാനും ശരിയാണെങ്കിൽ ശരിയായിട്ട് മനസ്സിലാക്കുവാനും സാധിക്കും. എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം, ഞാൻ പ്രായപൂർത്തിയായിട്ട് കുറച്ച് അനുഭവങ്ങൾ കൂടെ ഞാൻ കടന്നു പോകാമെന്ന് നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നു, ഈ സംഭവിച്ചതൊക്കെ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു വിഷയം കടന്നു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾ വീഴുവാൻ ഇടിയേറ്റുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, വീഴ്ച വന്നിട്ട് രക്ഷപ്പെടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് നമ്മൾ തഴക്കം നമ്മൾ പ്രാപിക്കുന്നത്. അവിടെയാണ് നന്മയേത് തിന്മയേതെന്ന് മനസ്സിലാക്കുന്നത്. അതിന് ഈ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം ഞാൻ ഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കുമ്പോൾ, ആ സാഹചര്യം എൻ്റെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ഒന്നറിയുവാൻ സാധിക്കും. തെറ്റേതോ ശരിയേതോ എന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കും. ഇതാണ് മച്യൂരിറ്റിയുടെ ഒരു ലക്ഷണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഉയർച്ച വേണം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ആത്മീയമായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിപ്പാൻ അല്ല കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥന. കർത്താവായ യേശു ദൈവ സദൃശ്യമാക്കി ഇപ്രകാരം പറയുന്നു, അതേ ദിവസം പ്രതി എൻ്റെ വാതിൽ കട്ടൽക്കൽ കാത്തുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അതാണ് ആവശ്യമായിരിക്കുന്നത്. എൻ്റെ യേശുവിൻ്റെ വാതിൽ കട്ടൽക്കൽ ഒന്ന് കാത്തുകൊണ്ട് അവൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം അവൻ്റെ നാവിൽ കൂടെ കടന്ന് വചനം ഒന്ന് ശ്രമിപ്പാൻ എനിക്കും നിങ്ങൾക്ക് ഒരുക്കമുണ്ടായിരിക്കണം. സലോമോൻ രാജാവിനെ കുറിച്ച് ഇപ്രകാരം ശേബ രാജ്ഞി ഇപ്രകാരം പറയുന്നു, അതെ, നിന്റെ സ്വരം കേൾക്കുന്നതിന് മുൻപിൽ നിന്ന് നിന്റെ സ്വരം കേൾക്കുന്ന നിന്റെ ദാസന്മാർ ഭാഗ്യവാന്മാർ, നിന്റെ ഈ സ്വരം കേൾക്കുന്നതിന്റെ ദാസിമാർ ഭാഗ്യവതിമാർ. പ്രിയപ്പെട്ടവരെ, ഒരു ശലോമോൻ രാജാവിന് സ്വർഗ്ഗത്തിലെ ദൈവം കൊടുത്ത പരിജ്ഞാനം, ആ പരിജ്ഞാനത്തിൽ കൂടെ കടന്നു വന്ന വാക്കുകൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ കേൾക്കുമ്പോൾ ഒരു ഭാഗ്യവാന്മാരാകുന്നുവെങ്കിൽ, ശലോമോന് ജ്ഞാനം കൊടുത്തവന്റെ ജ്ഞാനം അവന്റെ നാവിൽ കൂടെ കടന്ന വാക്കുകൾ ഞാൻ നിങ്ങൾ കേട്ടോ എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തോട് പറയുമോ, കർത്താവേ, നിന്റെ വാതിൽ കട്ടൽക്കൽ കാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണോ.